ഹായ്, ഇന്നത്തെ ലെസൺ നൗൺ ഫ്രേസ്. ഇത് ഒരു റിക്വസ്റ്റഡ് ടോപ്പിക് ആണ്. ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നൗൺ ഫ്രേസിനെ പറ്റിയുള്ള ഒരു ബേസിക് കാര്യങ്ങളാണ്. നൗൺ ഫ്രേസിനെ പറ്റി ബേസിക് ഐഡിയ കിട്ടാൻ എന്തായാലും ഈ ഒരു ലെസൺ നിങ്ങൾക്ക് സഹായകമാകും. നൗൺ ഫ്രേസിനെ പറ്റിയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേറൊരു ലെസണിൽ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക. എന്താണ് നൗൺ ഫ്രേസ്? നൗൺ എന്നാൽ എന്താണ്? അതിന് ഒരു പേഴ്സൺ ആകാം, പേഴ്സൻ്റെ നെയിം ആകാം. ഫോർ എക്സാമ്പിൾ ജെയിംസ്. ഒരു ആനിമലിൻ്റെ നെയിം ആകാം, ലയൺ. ഒരു പ്ലേസിൻ്റെ നെയിം ആകാം, ദുബായ്. ഒരു തിങ്, വസ്തു, ടേബിൾ. ഒരു ഐഡിയ, ഹാപ്പിനെസ്, സന്തോഷം. ഇതൊക്കെ നൗൺസിന് എക്സാമ്പിളാണ്. അത് ഒരു സിംഗിൾ വേർഡ് ആണ്, ഒറ്റ വേർഡല്ലേ ഉള്ളൂ. ഇനി എന്താണ് ഫ്രേസ്? ഫ്രേസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒരു മീനിങ് ഫുൾ യൂണിറ്റ് പോലെ പ്രവർത്തിക്കുന്നതാണ്. അതിന് ഒരു അർത്ഥം ഉണ്ടാവും, പക്ഷെ ഒരു കംപ്ലീറ്റ് ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതൊരു സെൻറ്റൻസ് അല്ല. ഫ്രേസ് എന്ന് പറയുന്നത് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, എ ഗുഡ് പേഴ്സൺ, എ ടാൾ ട്രീ, ഗിവ് എവേ, വെരി കോൾഡ് ആൻഡ് ഡാർക്ക്, ഇൻ ഫ്രണ്ട് ഓഫ്. ഇതൊക്കെ ഫ്രേസസിന് എക്സാമ്പിളാണ്. അതിൽ ഒന്നിൽ കൂടുതൽ വാക്കുകളുണ്ട്. അതെല്ലാം ഫ്രേസസ് ആണ്. ഫ്രേസസിന് ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമാകാൻ പറ്റും. ഒരു സെൻറ്റൻസിന് കൂടുതൽ മീനിങ്സ് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ നൗൺ എന്താണെന്ന് മനസ്സിലാക്കി, ഫ്രേസ് എന്താണെന്നും മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കേണ്ടത് നൗൺ ഫ്രേസ് ആണ്. അപ്പോൾ നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു നൗൺ ഉണ്ടാകും, അതല്ലെങ്കിൽ ഒരു പ്രോനൗൺ ഉണ്ടാകും. പിന്നെ ആ നൗണിനോട്, അതായിരിക്കും ആ ഫ്രേസിലെ ഹെഡ്. അതിൽ നൗണിനോട് പറ്റി നിൽക്കുന്ന വാക്കുകളായിരിക്കും അതിന് ചുറ്റും ഉള്ളത്. അതിൻ്റെ പിന്നിലാകാം, അതിൻ്റെ മുന്നിലാകാം. എന്തായാലും നൗണിനോട് ചേർന്ന് നിൽക്കുന്ന, അതിന് കൂടുതൽ മീനിങ് കൊടുക്കുന്ന വാക്കുകളാവും അതിനെ പറ്റി നിൽക്കുന്നത്. അതെല്ലാം കൂടി ചേർത്ത്, ആ ഒരു വാക്കുകളും ആ നൗണും കൂടി ചേർത്തിട്ടാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? നൗൺ ഫ്രേസ് എന്നത് അങ്ങനെ മനസ്സിലാക്കുക. അതിനകത്തൊരു നൗൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രോനൗൺ ഉണ്ടാവും. മാത്രമല്ല അതിനെ ചുറ്റി കുറച്ച് വാക്കുകൾ ഉണ്ടാവും. ഒന്നോ രണ്ടോ അതിലധികമോ വാക്കുകളും ഉണ്ടാകും. അത്രയും മനസ്സിലായില്ലേ? ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. മാൻ. മാൻ എന്നാൽ മനുഷ്യൻ. അപ്പോൾ മാൻ എന്നത് ഒരു നൗണാണ്. ഒരു സിംഗിൾ വേർഡല്ലേ ഉള്ളൂ, ഒരു നൗണാണത്. പക്ഷേ ദ മാൻ എന്ന് പറഞ്ഞാലോ ഒരു വേർഡ് കൂടിയായി. ദ മാൻ എന്ന് പറയുമ്പോൾ ദ എന്ന ഒരു വാക്ക് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യുകയാണ്, ദ മാൻ. അപ്പോൾ അതൊരു നൗൺ ഫ്രേസായി. മാൻ എന്നത് നൗൺ, ദ മാൻ എന്ന് പറയുമ്പോൾ അത് നൗൺ ഫ്രേസായി. അപ്പോൾ അത്തരം ചെറിയ നൗൺ ഫ്രേസസും ഉണ്ട്, വലിയ നൗൺ ഫ്രേസസും ഉണ്ട്. ഇനി ദ ടാൾ മാൻ എന്നായാലോ കുറച്ചുകൂടി വലുതായി. അപ്പോൾ മാൻ എന്നത് നൗണാണതിൽ. അപ്പോഴും നമ്മൾ മാൻ എന്നത് തന്നെയാണ് അവിടെ ഹെഡ് വേർഡ്, അതാണ്. പിന്നെ ഒരു വാക്ക് ദ, പിന്നെ വേറൊരു വാക്കുണ്ടതിൽ ടോൾ, ഉയരമുള്ളത്, പൊക്കമുള്ളത്. ദ ആൻഡ് ടോൾ, ഇത് രണ്ട് വാക്കുകളും ചേർന്നു. അപ്പോൾ മാൻ എന്നതിന് കൂടുതൽ നമ്മൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടി, എങ്ങനെയുള്ള മാൻ എന്നൊക്കെ ഇല്ലേ. അതൊരു നൗൺ ഫ്രേസാണ്. അതിനകത്തൊരു നൗൺ ഉണ്ട്. മാൻ എന്നുള്ളത് നൗണാണ്. ദ അതുപോലെ ടോൾ എന്നുള്ളത് വേറെ വാക്കുകളാണ്. അതിനെ മോഡിഫയേഴ്സ് എന്ന് പറയും. കൂടുതൽ ടേംസ് ഒന്നും നമ്മൾ പഠിക്കേണ്ട, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ദ ടോൾ മാൻ എന്നത് നൗൺ ഫ്രേസ് ആണ്. ഇനി ദ ടോൾ മാൻ ഇൻ ദ കോർണർ. കോർണർ എന്ന് പറഞ്ഞാൽ മൂലയിൽ. ദ ടോൾ മാൻ ഇൻ ദ കോർണർ. അപ്പോഴും മാൻ തന്നെയാണ് അവിടെ നൗൺ. അത് തന്നെയാണ് ആ വലിയ ഒരു ഫ്രേസിൽ മാൻ തന്നെയാണ് ആ ഫ്രേസിനെ ലീഡ് ചെയ്യുന്നത്. മാനെ പറ്റി തന്നെയാണ്, മാൻ ആ മനുഷ്യനെ പറ്റി തന്നെയാണ് നമ്മൾ പറയുന്നത്. ദ മാൻ, ദ ടോൾ മാൻ ഇൻ ദ കോർണർ. അപ്പോൾ ദ ടോൾ, കോർണർ, ഇൻ, ദ, ഇങ്ങനെയൊക്കെ വാക്കുകളുണ്ട്. അതിന് എല്ലാം കൂടി ചേർത്തൊരു വലിയ ഫ്രേസായി. അതും നൗൺ ഫ്രേസ് തന്നെയാണ്.
ഒരു നൗൺ ഫ്രേസ് എപ്പോഴും ഒരു സെൻറ്റൻസിൽ നൗണിൻ്റെ ഫങ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതൊരു നൗൺ ഫ്രേസ് ആവുമ്പോൾ ആ നൗണിനെ പറ്റി കൂടുതലൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു. ഇനി വേറൊരു എക്സാമ്പിൾ, ആൻറ്റ്, ഉറുമ്പ്. അതൊരു നൗണാണ്. ആൻ ആൻറ്റ് എന്ന് പറഞ്ഞാലോ അത് ഒരു നൗൺ ഫ്രേസായി. ലീഫ്, ഇല, അതൊരു നൗണാണ്. എ സ്മോൾ ഗ്രീൻ ലീഫ് എന്ന് പറഞ്ഞാലോ എത്രയും വേർഡുകൾ അതിനെ മോഡിഫൈ ചെയ്തു. ആ വാക്കുകളെല്ലാം ചേർത്ത് അതൊരു ഫ്രേസായി. അപ്പോൾ അതൊരു നൗൺ ഫ്രേസായി. അപ്പോൾ നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ അതൊരു ഫ്രേസാണ്. അതിനകത്തൊരു നൗൺ ഉണ്ടാവും. ആ നൗണാണ് ആ ഫ്രേസിനെ ലീഡ് ചെയ്യുന്നത്. ഹെഡ് അതാണ്. പിന്നെ നൗണിന് പകരം ഒരു പ്രോനൗൺ വന്നാലും നമ്മൾ നൗൺ ഫ്രേസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നൺ എന്നതൊരു പ്രോനൗണാണ്. നൺ ഓഫ് അസ്, നൺ ഓഫ് അസ് എന്ന് പറയുമ്പോൾ അതൊരു ഫ്രേസായി മാറി. പ്രോനൗണാണ് അതിനകത്തുള്ളത്, പക്ഷേ അതിനെ ആ ഫ്രേസിനെ നമ്മൾ നൗൺ ഫ്രേസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. നൺ ഓഫ് അസ് ബിലീവ്സ് എ വേർഡ് ഓഫ് ഇറ്റ്, അതിൽ ഒരു വാക്ക് പോലും ഞങ്ങളിൽ ആരും വിശ്വസിക്കുന്നില്ല എന്നാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്. നൺ ഓഫ് അസ്, അപ്പോൾ അതൊരു നൗൺ ഫ്രേസ് ആണ്. നൺ എന്നത് ഒരു പ്രോനൗൺ ആണ്. നൺ ഓഫ് അസ് ബിലീവ്സ് എ വേർഡ് ഓഫ് ഇറ്റ്, അത് ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു നൗൺ ഫ്രേസിന് സബ്ജക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാം, ഓബ്ജക്റ്റായിട്ടും ഒക്കെ ഫങ്ഷൻ ചെയ്യാം. ഒരു നൗൺ ചെയ്യുന്ന ഫങ്ഷൻ ഒരു നൗൺ ഫ്രേസും ചെയ്യും. നമുക്ക് നോക്കാം. ഒരു സബ്ജക്റ്റായിട്ട് ഫോർ എക്സാമ്പിൾ, ഐ ലോസ്റ്റ് മൈ ബുക്ക് എന്നാണ് പറയുന്നത്. ഐ ലോസ്റ്റ് മൈ ബുക്ക്. മൈ ബുക്ക് എന്നത് അവിടെ ഓബ്ജക്റ്റാണ്. അതൊരു നൗൺ ഫ്രേസാണ്. ബുക്ക് എന്നത് ഒരു നൗണാണ്. മൈ എന്ന് കൂടി ചേർത്തപ്പോൾ അതൊരു നൗൺ ഫ്രേസായി മാറി. മൈ ബുക്ക് എന്നത് അവിടെ നൗൺ ഫ്രേസാണ്. പക്ഷേ ആ സെൻറ്റൻസിൽ ഐ ലോസ്റ്റ് മൈ ബുക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ബുക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. മൈ ബുക്ക് എന്നത് ഓബ്ജക്റ്റാണ്. മാത്രമല്ല അതൊരു നൗൺ ഫ്രേസാണ്. അപ്പോൾ നൗൺ ഫ്രേസ് അവിടെ ഓബ്ജക്റ്റിൻ്റെ ഫങ്ഷനാണ് അതിന് ഉള്ളത്. ഇനി മൈ ബുക്ക് ഹാസ് എ ബ്യൂട്ടിഫുൾ കവർ. എൻ്റെ ബുക്കിന് ഒരു നല്ല കവറുണ്ട്. മൈ ബുക്ക് എന്നത് അവിടെ സബ്ജക്റ്റാണ്. അപ്പോൾ നൗൺ ഫ്രേസിനെ സബ്ജക്റ്റായിട്ടും ഓബ്ജക്റ്റായിട്ടും ഒക്കെ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കും. ഇനി ഒരു സെൻറ്റൻസിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അവിടെ നൗൺ ഫ്രേസ് ഏതാണ് എന്ന്? ഒരു സെൻറ്റൻസ് കാണുമ്പോൾ ആ സെൻറ്റൻസിലെ നൗണിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെ അതിന് കൂടുതൽ ഇൻഫർമേഷൻ, ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ചില വാക്കുകളുണ്ടാവും, അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില വാക്കുകളുണ്ടാവും. അതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സെൻറ്റൻസ് പറയാം. മൈ കസിൻ ഈസ് ട്രൈങ് ടു സേ ദാറ്റ് ഹീ ഈസ് എ ഗുഡ് പേഴ്സൺ. എൻ്റെ കസിൻ പറയാൻ ശ്രമിക്കുന്നത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്നാണ്. ഇവിടെ ഏതാണ് നൗൺ ഫ്രേസ്? ഫ്രണ്ട് എന്നത് ഒരു നൗണാണ്. മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊരു നൗൺ ഫ്രേസായി മാറി. അപ്പോൾ മൈ ഫ്രണ്ട് എന്നത് ആ സെൻറ്റൻസിൽ ഒരു നൗൺ ഫ്രേസാണ്. അതവിടെ സബ്ജക്റ്റിൻ്റെ ഫങ്ഷനാണ് ചെയ്യുന്നത്. ഇനി വേറൊരു നൗൺ ഫ്രേസ് കൂടി ഇല്ലേ ആ സെൻറ്റൻസിൽ? എ ഗുഡ് പേഴ്സൺ. പേഴ്സൺ എന്നതൊരു നൗണാണ്. എ ഗുഡ് പേഴ്സൺ. ഗുഡ് എന്നുള്ളത് അവിടെ പേഴ്സൺ എന്നതിനെ മോഡിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ എ ഗുഡ് പേഴ്സൺ എന്നതും ഒരു നൗൺ ഫ്രേസാണ്. പക്ഷേ ആ നൗൺ ഫ്രേസ് ആ സെൻറ്റൻസിൽ ഓബ്ജക്റ്റിൻ്റെ ഫങ്ഷനാണ് ചെയ്യുന്നത്. ഇപ്പോൾ നൗൺ ഫ്രേസിനെ പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നൗൺ ഫ്രേസിനെ പറ്റിയിട്ടുള്ള അഡ്വാൻസ്ഡ് ലെവലിലുള്ള കാര്യങ്ങൾ നമുക്ക് വേറൊരു ലെസണിൽ പഠിക്കാം.